തൃശൂരിൽ VS സുനിൽകുമാറിനായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം. തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് പോസ്റ്റർ. പ്രചാരണം തള്ളി CPI രംഗത്തെത്തി. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് സുനിൽകുമാറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രചാരണത്തിന്റെ സ്വഭാവം, വിശദാംശങ്ങൾ? തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായി സുനിൽകുമാർ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു, അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇത് നിലനിൽക്കെയാണ് ഇപ്പോൾ ഈ VS സുനിൽകുമാറിന് വേണ്ടിയുള്ള ഈ പ്രചാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുന്നത്. അതിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഒരു വോട്ട്, സുനിലേട്ടന് ഒരു വോട്ട്, അർഹതയ്ക്ക് ഒരു വോട്ട് എന്ന വാചകത്തോടു കൂടിയാണ് ഈ സോഷ്യൽ മീഡിയയിലടക്കം ഈ പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്ററുകൾ പ്രചരിക്കുന്നതിൽ പാർട്ടിക്ക് യാതൊരു ഇടപെടലുമില്ല എന്ന് പറഞ്ഞു തരത്തിലാണ് ആരാണ് ഈ പോസ്റ്റർ പ്രചാരണത്തിന് പിന്നിൽ എന്ന് പരിശോധിക്കും എന്നുള്ളതാണ് CPI ജില്ലാ നേതൃത്വം അടക്കം വ്യക്തമാക്കുന്നത്. തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് ഈ പോസ്റ്റർ നിലവിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ, അതായത് ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ഓട്ടോറിക്ഷയിലടക്കം ഈ പോസ്റ്റർ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ ചുവരെഴുത്തുകൾ വ്യാപകമായിരുന്നു. TN പ്രതാപന് വേണ്ടിയും മണ്ഡലത്തിൽ പല ഭാഗങ്ങളിലും ഈ വിലക്കുകളെല്ലാം ലംഘിച്ച പോസ്റ്റർ പ്രചരണങ്ങൾ, ഈ ചുമരെഴുത്ത് പ്രചരണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ VS സുനിൽകുമാറിന് വേണ്ടിയുള്ള പ്രചാരണം ശക്തമായിരിക്കുന്നത്. എന്തായാലും പാർട്ടി ഈ പ്രചാരണത്തെ തള്ളുന്നുണ്ട്. ഏത് തരം അല്ലെങ്കിൽ ആരാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്ന് സംബന്ധിച്ച് അന്വേഷിക്കും എന്നുള്ളതാണ് CPI നേതൃത്വം വ്യക്തമാക്കുന്നത്. വേണം സാങ്കേതികമായ ഒരു വിശദീകരണമാണോ അതോ ഇതൊരു സൂചനയായി കാണാമോ സൂരജ്? സുനിൽകുമാർ തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നതിന്റെ ഭാഗമായി വരുന്നതാണോ ഈ പ്രചാരണങ്ങളെല്ലാം? ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പ്രചാരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ അറിവോടെയുള്ള പ്രചരണമോ അല്ല. പക്ഷേ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ വികാരത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രചാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തൃശൂരിൽ VS സുനിൽകുമാർ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താഴെത്തട്ടിൽ തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം കൂടി ആലോചിച്ചുകൊണ്ട് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. അതുകൊണ്ട് തന്നെ സുനിൽകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന ഉറപ്പിന്റെ പുറത്താണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകർ ഈ സോഷ്യൽ മീഡിയയിലടക്കം പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത്. മറുവശത്ത് കോൺഗ്രസും BJP വരുമ്പോൾ ഇടതുപക്ഷത്തിന് ഒരു തരത്തിലും ഈ പ്രചാരണ രംഗത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് പ്രശ്നമായി, പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ വികാരം അവർക്കുള്ളിലുണ്ട്. തങ്ങൾക്ക് പ്രചാരണ രംഗത്തേക്ക് എത്താൻ കഴിയുന്നില്ലെന്ന വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളുടെ ഭാഗമായിക്കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ പ്രചാരണം വന്നിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ജില്ലാ നേതൃത്വമുള്ളത്. എന്തായാലും പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഔദ്യോഗികമായ പ്രചാരണത്തിന് തങ്ങൾ തയ്യാറാകുകയുള്ളൂ എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി പ്രവർത്തകരാണ് ഈ സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് പിന്നിലെങ്കിൽ അതിനെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളതും ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. വേണം സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.